మానసమైనా ഒരു രക്ഷയില്ല മച്ചു, ഇത് ഏറ്റുപോയ പണിയാ.
നമ്മള് നേരത്തെ എത്തണമെന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ചു മുമ്പൂടി വിളിച്ചിരുന്നു. ഏതൊക്കെയോ മിനിസ്റ്റേഴ്സും ഓഫീസേഴ്സും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ്. ഹരി വേണ്ടേ അവരെയൊക്കെ അച്ഛനൊപ്പം നിന്ന് വെൽക്കം ചെയ്യാൻ? ഇതിൽ ഏതൊക്കെയാ ബാഗിലെടുത്ത് വെക്കണ്ടേ? ഇതങ്ങ് വെക്കാല്ലേ? എന്റെ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എന്തുപറ്റി? എന്താ വല്ലാതെ? ഒന്നുമില്ല. ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? ഹരിയൊന്ന് റെഡിയാവ്, നമുക്ക് പോണ്ടേ? അവിടെ ചെന്ന് എല്ലാവരെയും കാണുമ്പോ ഈ മൂടൊക്കെ അങ്ങ് മാറുന്നേ. മാനസിയോടും സിദ്ധുവിനോടും പറയണ്ടേ? അവരും കൂടെ ഉണ്ടെങ്കിൽ അത് മാനസിക്കൊരു റിലീഫാവും. ഞാൻ ചോദിച്ചതാ സിദ്ധുവിനോട്, അവര് വരുന്നില്ലെന്നാ പറഞ്ഞത്. അല്ലെങ്കിലും മാനസ് നമുക്കൊപ്പം വരുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? വന്നാലോ? അതൊരു നല്ല കാര്യമാവില്ലേ? എല്ലാരും കൂടി ഒരു ഫംഗ്ഷന് പോവാന്ന് പറഞ്ഞാ ഇത് കുറച്ച് കൂടുതലാ ഹരി. ഹരിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം മാനസ സിദ്ധാർത്ഥനും ഈ ഫംഗ്ഷന് വരില്ലെന്ന്. എന്നിട്ട് ഹരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒരു നല്ല ദിവസത്തെ നമ്മുടെ മൂഡ് നശിപ്പിക്കണോ? ഗൗരി, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പോണോ? നാളെയല്ലേ അച്ഛന്റെ ബർത്ത്ഡേ. ഇതിപ്പോ നമ്മൾ പോയാൽ മാനസ ഇവിടെ തനിച്ച്. ദിസ് ഇസ് വെരി ബാഡ്. മാനസ് അവളുടെ ഭർത്താവിന്റെ കൂടെയാ ഉള്ളത്. ഹരി ചെന്ന് അവരുടെ ബെഡ്റൂമിന് കാവലിരിക്കണ്ട. പാട്ടുപാടി മാനസയെ തോളിലിട്ട് ഉറക്കാൻ വേണ്ട. നിങ്ങൾ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന എന്റെ അച്ഛനെ നമ്മളെവിടെ കാത്തിരിക്കുന്നത്? മറ്റാരെക്കാളും നമ്മളെ അവിടെ ഒരുമിച്ച് കാണുമ്പോഴാ ആ മനുഷ്യന് സന്തോഷമാവുന്നത്. നിങ്ങൾക്കതൊന്നും വലിയ കാര്യമല്ലായിരിക്കും, പക്ഷേ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് അത് തന്നെയാണ്. വേണ്ട ഹരി, ഒന്ന് ഓർക്കണം, നിങ്ങൾ മാനസയും മൈനയും സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് എന്റെ അച്ഛനമ്മമാരോടുള്ള സ്നേഹം. ഞാനല്ലാതെ വേറെ ആരും എന്റെ സ്ഥാനത്ത് കടന്നു ചെല്ലാനില്ലാത്തവരവര്. അതൊരിക്കലും മറക്കരുത്. അതിന് ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഗൗരി. താനെന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? എനിക്ക് കണ്ണു കാണാനും ചെവി കേൾക്കാനും ഒക്കെ കഴിയും ഹരി. അതുകൊണ്ട് തന്നെ ഹരി ഇങ്ങനെ മൂഡ് ഓഫ് ആയി നിൽക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മനസ്സില്ല മനസ്സോടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഹരി എന്റെ അച്ഛന്റെ ബർത്ത്ഡേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലീസ് ഹരി വരണ്ട. എനിക്കൊരു ടാക്സി വിളിച്ച് തന്നാ മതി, ഞാൻ പോയിക്കോളാം. ചോദിക്കുന്നവരോട് ഞാൻ എന്തിനു കള്ളം പറഞ്ഞോളാം. നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? സിദ്ധാർത്ഥിന്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ തനിക്കറിയാലോ. അതോർത്തിട്ട് എനിക്ക് ടെൻഷൻ. അവൻ മാനസയെ തനിച്ചാക്കി രാത്രിയിലോ മറ്റോ വല്ലയിടത്തും ഇറങ്ങിപ്പോയാലോ, അതോർത്തിട്ടാ. ഞാനൊന്ന് അവനോട് സംസാരിക്കട്ടെ. താൻ അല്പം ഒന്ന് ക്ഷമിക്ക്, നമുക്ക് പോവാം. വൈകില്ല, പോരെ? സിദ്ധു, ഞാൻ ഇപ്പൊ കരുതിയതേ ഉള്ളൂ നിങ്ങളുടെ ഒരു വിളി ഉണ്ടാവുമെന്ന്. പറഞ്ഞു, എന്താ കാര്യം? പറയണ ഹരിയേട്ടാ, പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂസോ ക്വസ്റ്റ്യനിങ്ങോ ആണോ, അതോ സ്ഥിരം പല്ലവിയോ? ഇന്നെന്തായാലും ഭീഷണിപ്പെടുത്തലല്ല, നീ മുഖം കണ്ടാലറിയാം. പറയണം. സിദ്ധു, ഏട്ടത്തിയുടെ. ആരുടെ? ഗൗരിയുടെ അച്ഛന്റെ. ഓ, കളപ്പുരക്കൽ കരുണാകരൻ സാർ. സാറിന് എന്താ പറ്റിയേ? ബർത്ത്ഡേയാ. അതിന് ഞാനെന്താ വേണ്ടേ? നീയും മാനസയും ഞങ്ങൾക്കൊപ്പം വരണം. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല.
നമുക്ക് ഒരുമിച്ചൊന്ന് പോയിട്ട് വരാം. ഒരുപാട് ഗസ്റ്റുകളും മറ്റുമൊക്കെ വരുന്ന വലിയ ഫംഗ്ഷനാണെന്നാ പറഞ്ഞേ. മാനസികത് വലിയ റിലീഫാവും. എപ്പോഴും ഈ വീട്ടിലിങ്ങനെ അടച്ചുമൂടി ഇരുന്നിട്ടാ അവള് കൂടുതൽ അസ്വസ്ഥത അനുഭവിക്കുന്നേ. അന്ന് ഡോക്ടർ പറഞ്ഞ് നിനക്കും അറിയില്ലേ, ഇതുപോലുള്ള ഫംഗ്ഷനുകൾക്കും പാർട്ടികൾക്കും ബന്ധുവീടുകളൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ അവളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നൊക്കെയല്ലേ പറഞ്ഞത്. അയ്യോ സിദ്ധു, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് തോന്നി. മുഖത്തൊരു ചമ്മിയ ഭാവം ഫിറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ എന്നെ കാത്തു നിൽക്കുന്ന കണ്ടപ്പോ. നിങ്ങളുടെ അമ്മായിയപ്പന്റെ കെട്ടുകാഴ്ചക്ക് എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. സിദ്ധു, അങ്ങനെ ഒരു ഒഴിവ് പറയല്ലേ. നിങ്ങൾക്ക് പോണമെങ്കിൽ നിങ്ങൾ പോണം, എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നേ? മാനസയെ ഓർത്തിട്ടാണെങ്കിൽ അവളെയും കൂട്ടിക്കോ. പുന്നാര പെങ്ങളല്ലേ, അവളെയും കൂടെ കൊണ്ടു നടന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക് ഏട്ടന്റെ സ്നേഹം. ഇപ്പോഴാവുമ്പോ അതൊരു രസമായിരിക്കും. നല്ല തമാശ. സിദ്ധാർത്ഥ, സമ്മതിക്കണം ഹരിയേട്ടാ നിങ്ങളെ. ഒരിക്കൽ നിങ്ങളുടെ നിരപരാധിത്വം പറയാൻ ഞാനും മാനസയും പോയതാ ആ വീട്ടില്, ഓർമ്മയുണ്ടോ? ഗൗരിയെടുത്ത് പിണങ്ങി പോയില്ലേ അന്ന്, തിരിച്ചു വിളിക്കാൻ. അന്ന് ഞാൻ കണ്ടതാ കളപ്പുരക്കൽ കരുണാകര മേനോൻ എന്ന നിങ്ങളുടെ അമ്മായിയപ്പന് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും എല്ലാം. ഞാൻ കാല് പിടിച്ചിട്ടും അങ്ങനെ ഒരു ഇഞ്ച് പോലും കുലുങ്ങിയില്ല. ഒടുക്കം എന്നെ മാനസയും അവിടെ നാട്ടിറക്കുന്ന നേരം കരുണാകര മേനോൻ ഈ മരുമകനെ ഒരു ഓമന പേരിട്ട് വിളിക്കുന്ന കേട്ടു. പിഴം വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. താഴ്ന്നു തരുന്നവനെ ചവിട്ടി തേക്കുമ്പോ ഒരു സുഖമുണ്ടല്ലേ. ഞാൻ സത്യം പറഞ്ഞതാ. നീ പരിഹസിച്ചതുപോലെ ഗൗരിയുടെ അച്ഛന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള കൊതിയുണ്ടൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് ഈ വീട്ടിൽ നിന്നും ഇങ്ങനൊരു യാത്ര പോവുകയാണെങ്കിൽ അത് അകന്നു പോകുന്ന ബന്ധങ്ങളെ കുറെ കൂടി ചേർക്കാൻ ഉപകരിക്കുമെന്ന് ഓർത്തിട്ടാ. എല്ലാരും കൂടി ഒരു യാത്രക്കിറങ്ങാൻ കൊതിയായിട്ടാ. പറഞ്ഞല്ലോ, ഞാനില്ല, എന്നെ വിട്ടേക്ക്. മാനസ വരുന്നുണ്ടെ കൊണ്ടുപോക്കോ. നീയില്ലാതെ അവള് അതെന്റെ ചാച്ചറല്ല. പോയി അടിച്ചു പൊളിച്ചിങ് വാ. ചെത്തി കയറിയേക്കണം രണ്ടുപേരും. ഒട്ടും കുറയല്ലേ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ജേർണി. എടത്തി കരുണാകര സാറിന് കൊടുത്തേക്കണേ എന്റെ ഒരു പിറന്നാൾ ആശംസ. അന്ന് നിങ്ങൾക്ക് വേണ്ടി മൂപ്പിലാന്റെ കാല് പിടിക്കാൻ വന്ന പയ്യനാന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്ന് മനസ്സിലായിക്കോളും കേട്ടോ. മതിയായല്ലോ ഹരിക്ക്. ഇനി ആരോടെങ്കിലും അനുവാദം ചോദിക്കാനുണ്ടെങ്കിൽ വേഗം വേണം. അത് ഞാൻ ആരാണെന്ന് ചോദിച്ചത്? ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അറിയാനാ. അവിടെ താമസക്കാരുണ്ടല്ലോ. ആരാത്? പുതിയായിട്ട് വന്ന പാർട്ടിയാ. ഒരു ഗർഭിണി പെണ്ണും ഒരു തള്ളയുണ്ട്. ഏതോ പോലീസ് ഉദ്യോഗസ്ഥന്റെ സെറ്റപ്പാ. അല്ല, എവിടുന്നാ? ഒന്നുമില്ല. എന്റെ അമ്മണിയമ്മേ, ആ ഉണങ്ങാനിട്ട തുണിയൊന്നും എടുത്തേ മോളെ. ഞാൻ എടുത്തോളാം.
കുടുംബത്തിന്റെയും ഒരു കാര്യം വരുമ്പോ ഹരിക്ക് വല്ലയുക എന്തിനും സ്റ്റോപ്പ് ബോർഡ് പിടിച്ച് ഒരു മാനസിക മൈനേ. ഇനി ഈ നരകങ്ങളുടെ സുഖത്തിനു വേണ്ടി എന്റെ സന്തോഷങ്ങളെ മാറ്റിവെക്കാൻ എനിക്ക് വയ്യ. ഹരി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരികയല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? അത് മനസ്സേ, അച്ഛന്റെ ബർത്ത്ഡേയാ. നിങ്ങൾ വരുന്നില്ല എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. അല്പം നേരത്തെ അങ്ങത്തണ്ടേ, അതുകൊണ്ട് അതിന് എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ പോവോ വരോ ചെയ്യാം. ഇനിയിപ്പൊ വന്നില്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല. കേട്ടല്ലോ, നമ്മളിങ്ങി വന്നില്ലേലും ഇവിടെ ആരും കാത്തിരിക്കാനും തിരക്കി വരാനും ഉണ്ടാവില്ലെന്ന്. ഇനിയെങ്കിലും മനസമാധാനത്തോടെ വന്നോടെ നിങ്ങൾക്ക്. അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്റെ അച്ഛനും അമ്മയും, പിന്നെ ഒരുപാട് വലിയ വലിയ ഗസ്റ്റുകളും. ഗൗരി നിർത്ത്. ഹരി കേട്ടില്ലേ ഇവള്? നിർത്താൻ. എന്താ ഇത് ഒരുമാതിരി നിലവാരമില്ലാത്ത പോലെ? ഇങ്ങനെ ക്ഷോഭിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? മോളെ, നോ, എന്നോട് ആരും സംസാരിക്കണമെന്നില്ല. ഈ നരകത്തിൽ കിടന്ന് സുഖവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഭാര്യയും കൂട്ടി ചെല്ല്. അവിടെ കാത്തിരിക്കല്ലേ വലിയ വലിയ തമ്പുരാക്കന്മാര്. എനിക്കായിട്ട് ആരും കാവൽ നിൽക്കണമെന്നില്ല. മോളെ, ഗെറ്റ് ലോസ്റ്റ്. എന്തൊരു കഷ്ടം ഇത്. എന്ത് കഷ്ടം. ഓരോരുത്തര് അവരവരുടെ സംസ്കാരം കാണിക്കുന്നു, അല്ലാതെന്താ? അല്ലെങ്കിലും കൂടെ വരാതിരിക്കുന്നതാ നല്ലത്. എന്റെ കുടുംബത്തേക്ക് കേറി വരാനുള്ള യോഗ്യതയുണ്ടോ ഇവൾക്കൊക്കെ? നാവടക്കാൻ. നിനക്കാ ഇപ്പൊ സംസ്കാരം ഇല്ലാത്തത്. ഉള്ളിൽ ഓരോ കോംപ്ലക്സും ഈഗോയും അസൂയും ഒക്കെ കെട്ടിനിറച്ച് സംസാരിക്കുന്ന നീയാ ഇപ്പോ. നിനക്ക് എന്താ ഗൗരി സംഭവിച്ചത്? ആരാ നിനക്ക് ഈ വിഷമെല്ലാം കുത്തി നിറച്ച് തരുന്നത്? കുറെ നാളെ ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നു. ഓ, എന്നെ അങ്ങനെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നീ എന്താ കരുതിയേ? നിന്റെ അച്ഛൻ കരുണാകര മേനോന്റെ അത്രയും കൊമ്പത്തല്ലെങ്കിലും ഞാനും ഒരു പുരുഷനാ. അത് നീ മറന്നുപോരുത്. എന്റെ കൂടപ്പിറപ്പ് എന്നെ കുത്തി നോവിച്ചോട്ടെ, സങ്കടപ്പെടുത്തിക്കോട്ടെ, അതോർത്ത് നീ വേദനിക്കണ്ട. അത് ഞാൻ മാത്രം അനുഭവിച്ചോളാം. പോരെ? തീർന്നല്ലോ. ഓഹോ, അപ്പോ ഞാനാണ് ഇവിടെ പ്രശ്നം അല്ലേ? ഓ, പ്രശ്നം ഉണ്ടാക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീ പറഞ്ഞല്ലോ എന്റെ മാനസയ്ക്ക് നിന്റെ കുടുംബത്തിൽ കയറാനുള്ള യോഗ്യതയില്ലാന്ന്. അതൊന്നും ഓർക്കാതെ ആ കുടുംബത്ത് അവൾ വന്നിട്ടുണ്ട് കുറച്ചു നാൾ മുമ്പ്. ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് യാചിക്കാൻ. മറന്നോ നീ? നീ മറക്കരുത് ഗൗരി. എന്നേക്കാൾ വിശ്വാസം മാനസയ്ക്ക് നിന്നോടായിരുന്നു. എനിക്ക് മടുത്തു. ഗൗരി, വേണ്ട, ഞാൻ പോകുന്നില്ല അങ്ങോട്ട്. പോരെ? അത് വേണ്ട. ഇനി ആ കുറ്റവും മാനസയുടെ തലയിലായിരിക്കും വരിക. അതുകൊണ്ട് അത് വേണ്ട. എന്റെ സന്തോഷങ്ങളോ ആഘോഷങ്ങളോ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. മറ്റുള്ളവരുടേതൊന്നും തടസ്സപ്പെടുത്താനില്ല. നിങ്ങൾ പോയിട്ട് വാ. മോള് വിട്ടുകളാ. ആരുടെ മുന്നിൽ തോറ്റു എന്ന തോന്നല് വേണ്ട. ചില തോൽവികൾക്ക് ഒരു വലിയ വിജയത്തെക്കാൾ മധുരം കൊണ്ടുവരാൻ കഴിയും. നോക്ക്,